നമസ്കാരം. സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്നുള്ളത് പലപ്പോഴും നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നവരും ആയിരിക്കും. പക്ഷേ ഇത് ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില ദോഷവശങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. മാക്സിമം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. കാരണം സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാത്തവരായിട്ടൊന്നും ആരും ഉണ്ടായിരിക്കില്ല. അപ്പം ഇത് എത്ര അളവിൽ കഴിക്കണം, അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന് ഏതൊക്കെ രീതിയിൽ ഗുണകരമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ മറക്കരുത്, മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കണ്ടന്റുകളായിരിക്കും ഇതൊക്കെ തന്നെ. ഞാൻ ഡോക്ടർ സജിത ദേജിൻ. നമുക്ക് ഈ ഒരു റൂട്ട് വെജിറ്റബിൾസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടേറ്റോ, ബീട്രൂട്ട്, റാഡിഷ് ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അല്പം ഒരു ചൂട് കൂടുതലാണ്. പിന്നെ നമ്മളിത് ഡൈജഷൻ നടക്കുന്ന സമയത്തായാലും അല്പം എനർജി ആവശ്യമുള്ളതാണ്. അതുകൊണ്ടും നമ്മുടെ ശരീരത്തിൽ തന്നെ അല്പം ഒരു ചൂട് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്നത് ഏത് കാര്യം എത്ര നല്ലതാണെങ്കിലും നമുക്ക് ദോഷമാണ് എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. അത് നമുക്കറിയുന്ന കാര്യമാണ്. ഇനി ഇതിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ അത് വളരെ കോമൺ ആണ്. എല്ലാ ആളുകളിലും തന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ പ്രായമായി എന്ന് അറിയിക്കുന്ന രീതിയിൽ സ്കിന്ന് ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തരും. അതിലൊന്നാണ് ചുളിവുകൾ വരിക എന്നുള്ളതൊക്കെ തന്നെ. അപ്പോൾ ഈ ചുളിവുകൾ വരുന്നത് അത്ര ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എങ്കിലും ചില കാരണങ്ങൾ കൊണ്ട്, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പൊല്യൂഷൻ കൊണ്ടോ ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ഏജ് ആവുന്ന ലക്ഷണങ്ങൾ കാണിക്കും. ഒരു 60 വയസ്സിലും 70 വയസ്സിലും വരേണ്ട കാര്യം നമുക്കൊരു 35-40 ഒക്കെ ആവുമ്പോൾ ചിലർക്ക് കാണപ്പെടാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറയ്ക്കാനും സ്കിന്ന് ഓവർ ഡ്രൈ ആയിട്ടുള്ളത് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ധാരാളം ഫൈബർ റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടേറ്റോ. സ്കിൻ കെയറിന് അല്ലെങ്കിൽ നല്ല ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയെന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചില മാഗസിൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഈ സ്വീറ്റ് പൊട്ടറ്റോ ആയിരിക്കും. ശരിയാണ്, നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മായ്ക്കാനും ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് സ്വീറ്റ് പൊട്ടേറ്റോ. അപ്പോൾ ഇതൊരു 4 കഷ്ണമൊക്കെ ഒരു ദിവസം കഴിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. പിന്നെ ഡൈജഷൻ ഈസി ആക്കുന്നതായിട്ടുള്ള ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്കിത് വളരെ ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. വൈറ്റമിൻ B6 ഉള്ളത് കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ളത് കൊണ്ടായാലും നമ്മുടെ സ്കിന്നിനും വളരെ ഗുണകരമാണ്. പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ഡൈജഷൻ ഈസി ആക്കാൻ പറ്റും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഇത് ഗ്ലൈസെമിക് ഇൻഡെക്സ് നമ്മൾ സാധാരണ പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിനെ അപേക്ഷിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് സ്വീറ്റ് പൊട്ടേറ്റോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടേറ്റോ കഴിക്കുന്ന പോലെ അത്ര തന്നെ കാർബോഹൈഡ്രേറ്റ് മാത്രം അടങ്ങിയിട്ടുള്ളതല്ല ഇത്. ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഡൈജഷൻ നോർമൽ ആക്കുന്നത് കൊണ്ടും നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കരുത്. മധുരം ഉണ്ടെന്ന് ഓർത്തിട്ട് ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഒന്നല്ല സ്വീറ്റ് പൊട്ടേറ്റോ എന്നുള്ളത്. ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഫൈബറും ഒക്കെ റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ച് ടൈമിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ചെറിയ രീതിയിലായാലും ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയറിനൊരു ഗ്യാസ് ഫോം ചെയ്യുന്നതൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമ്മളൊരു 15-20 മിനിറ്റോളം വേവിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത്ര തന്നെ പ്രശ്നമില്ല. പിന്നെ ഇതിന് കൂടെയൊക്കെ ഇത്തരം കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കൂടെ കഴിക്കാൻ നല്ലത് ചമ്മന്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതിലും ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് നമ്മൾ നോൺ വെജ് പോലുള്ള ഫിഷ് കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന ഒരു രീതി തന്നെയാണ്. ഇനി സ്വീറ്റ് പൊട്ടറ്റോ തന്നെ നമ്മൾ ഏത് രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാം അല്ലേ? അപ്പം ഏത് രീതിയിലാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 15-20 മിനിറ്റ് ആവിയിൽ വേവിച്ച് കഴിക്കുന്നത് തന്നെയാണ്. അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതിലെ ബീറ്റാ കരോട്ടീന് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോഴേ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. ഫ്രൈ ചെയ്തൊക്കെ കഴിച്ചാൽ സാധാരണ ഒരു ഫ്രൈ ചെയ്ത ഐറ്റം കഴിക്കുന്ന ദോഷവശങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നോട് മനസ്സിലാക്കണേ. ഇനി ഇത് മാത്രമല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ചെറിയ ദോഷവശങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കാൽസ്യം ഓക്സിലേറ്റ് കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കിഡ്നി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ സ്വീറ്റ് പൊട്ടേറ്റോ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു ഉയർന്ന അളവിൽ തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ ബോഡിക്ക് അതിനെ റിമൂവ് ചെയ്ത് സാധിക്കാതെ വരുന്ന സമയത്ത് ഇത് കിഡ്നിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത്തരം ഓക്സിലേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുകയും ചെയ്യും. അത് ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അത്തരം ആളുകൾ ഒട്ടും
ഉപയോഗിക്കരുത് എന്നല്ല, അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നേരിട്ട് കൺസൾട്ട് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാം. ഭക്ഷണ സാധനങ്ങളായാലും നമ്മൾ ശരിയായ രീതിയിൽ കഴിച്ചാൽ അത് മരുന്നിൻ്റെ ഗുണവും, അതല്ലാതെ കഴിച്ചാൽ അത് വിഷത്തിന് തുല്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും തന്നെ അതൊരു ഔഷധമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോയിൽ ഒരു ഷുഗർ കണ്ടന്റ് ഉണ്ട്, മാൻറ്റോൾ എന്നുള്ള പേരിലുള്ള ഒരു സ്വീറ്റ്. അപ്പോൾ ഈ ഷുഗർ കണ്ടന്റ് നമുക്ക് ചിലർക്കൊക്കെ തന്നെ വയറുവേദനയോ ബ്ലോട്ടിങ്ങോ ഒക്കെ കൂടുതലാവാനുള്ള സാധ്യതയും കാണപ്പെടാറുണ്ട്, എല്ലാവരിലും അല്ല, ചില കേസിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കുറഞ്ഞ എമൗണ്ടിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദിവസം എന്നുള്ള രീതിയിൽ ഒരു പീസൊക്കെ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്, ഗുണകരമാണ്, അമിതമാവരുത് എന്നുള്ളതേ ഉള്ളൂ. അപ്പം ചെറിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യമായിരിക്കും, നിങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും, എങ്കിലും ഇത്തരം ഇൻഫർമേഷൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. അപ്പം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.